APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing Model Question Paper Discussion video ആണ് ഇത്. ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 3യിലത്തെ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസിലെ പ്രോബ്ലം ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 മൊഡ്യൂൾ നമ്പർ 3യിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ഓഫ് സോൾവേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഹെക്സാഗണൽ പിരമിഡായിരുന്നു വന്നത്. VPക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. A pentagonal prism side of base 25 mm and altitude 50 mm rest on its base on the HP such that an edge of base is parallel to VP and nearer to the observer. It is cut by a plane inclined at 45 degree to HP and perpendicular to VP passing through the center of the axis. Draw the development of the surface of the truncated prism. Pentagonal prism ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ പെൻറ്റഗൺ, ഫ്രണ്ട് വ്യൂവിൽ റെക്റ്റാങ്കിൾ ആണ്. ഇനി പെൻറ്റഗൺ എങ്ങനെ വരയ്ക്കും അത് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയി തന്നിട്ടുണ്ട്. 1 ബേസ് എഡ്ജ് പാരലൽ ടു VP. ദാറ്റ് മീൻസ് XY ലൈന് പാരലായിട്ടാണ് ഒരു ബേസ് എഡ്ജ് വേണ്ടത്. അതുതന്നെ XY ലൈന് പാരലായിട്ട് XY ലൈൻ നിയറും എവേയും രണ്ട് രീതിയിൽ വരയ്ക്കാം. അതും ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയി തന്നിട്ടുണ്ട്. എൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു VP ആൻഡ് നിയറർ ടു ദ ഒബ്സർവർ. ഒബ്സർവർക്ക് അടുത്താണ്. ഓക്കെ, അപ്പോൾ XY ലൈന് എവേ ആയിട്ട് വേണം പെൻറ്റഗണിൻ്റെ ബേസ് എഡ്ജ് വരയ്ക്കാൻ. ഓക്കെ, അതിനെയാണ് ഒരു 45 ഡിഗ്രി സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സിസ് എന്ന് ദാറ്റ് മീൻസ് മിഡ് പോയിൻ്റ് ഓഫ് ദ ആക്സിസ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആക്സിസിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് 45 ഡിഗ്രി സെക്ഷൻ ലൈൻ വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് ഓഫ് പെൻറ്റഗണൽ പ്രിസം അറിയാം. പെൻറ്റഗണിൻ്റെ സൈഡ് ഇൻറ്റു 5, സൈഡ് 25 ആണ്, ഹൈറ്റ് 50 ആണ്. ഓക്കെ, അപ്പോൾ 25 ഇൻറ്റു 5 ലെങ്ത്തിൽ ഹൈറ്റ് 50 ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അതിലേക്ക് ഈ സെക്ഷൻ ചെയ്ത പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് എന്നല്ല, സർഫസ് ഓഫ് ദ ട്രങ്കേറ്റഡ് പ്രിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെൻറ്റഗൺ കൂടെ വരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് പെൻറ്റഗൺ വരയ്ക്കാം. XY ലൈനിന് എവേ ആയിട്ട്, കാരണം നിയറർ ടു ഒബ്സർവർ എന്നാണ് ഇരിക്കുന്നത്. നിയറർ ടു ഒബ്സർവർ എന്ന് പറഞ്ഞാൽ XY ലൈൻ എവേ ആണ്. നിയറർ ടു VP എന്ന് പറഞ്ഞാൽ XY ലൈനിന് അടുത്താണ്. XY ലൈന് വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം ഈ ലൈനിൽ തന്നെയാണ് ഡെവലപ്മെൻറ്റും വരയ്ക്കുന്നത്. ഡെവലപ്മെൻറ്റ് താഴെ വേണമെങ്കിൽ വരയ്ക്കാം. നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പെൻറ്റഗൺ വരയ്ക്കുമ്പോൾ 1 ബേസ് എഡ്ജ് പാരലൽ ആൻഡ് നിയറർ ടു ഒബ്സർവർ. അപ്പോൾ XY ലൈൻ എവേ ആയിട്ട് ലൈൻ വരച്ചിട്ട് വേണം പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യാൻ. 25 mm ആണ് പെൻറ്റഗണിൻ്റെ സൈസ് തന്നിരിക്കുന്നത്. സൈഡിൻ്റെ സൈസ് 108 ഡിഗ്രി എടുത്തിട്ട് പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യാം. പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്തു. പ്രിസത്തിനെ നെയിം ചെയ്യുക. ABCDE ടോപ്പിലും ബോട്ടത്തിൽ PQRS ആണ് കൊടുത്തിരിക്കുന്നത്. നെയിം ചെയ്തു. ഇനി പെൻറ്റഗണിൻ്റെ സെൻറ്റർ കണ്ടെത്തണം. ABCDE മുകളിലും PQRS ബോട്ടത്തിലുമാണ്. അപ്പം XY ലൈനിൽ PQRSൻ്റെ ഫ്രണ്ട് വ്യൂ ആയ P', Q', R', S', T' ലൊക്കേറ്റ് ചെയ്യാം. ഹൈറ്റ് തന്നിരിക്കുന്നത് 50 ആണ്. ഈ ഹൈറ്റ് തന്നിരിക്കുന്നത് 50 ആണ്. അത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം. കാരണം ആക്സിസ് ലൈനും ഡാഷ് ലൈനും ഹിഡൻ ലൈനും വരുന്നുണ്ട്. ET എന്ന് പറയുന്ന ലൈൻ ഹിഡൻ ലൈനാണ്. അപ്പോൾ അത് ഡാഷ് ലൈൻ യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. ഹൈറ്റ് 50 ആണ്. 50 എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. BQ വിസിബിൾ ആണ്. P', Q' വിസിബിൾ ആണ്. അതുപോലെ C', R' വിസിബിൾ ആണ്. നെയിം ചെയ്യണം. ടോപ്പ് ബേസ് A', B', E', C' ആൻഡ് D' നെയിം ചെയ്തു. ഇനി ബോട്ടം ബേസ് പോയിൻറ്റ്സ് നെയിം ചെയ്യണം. ബോട്ടം ബേസ് നെയിം ചെയ്തു. ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ബേസ് എഡ്ജിൻ്റെ ലെങ്ത് 25, ആക്സിസ് ലെങ്ത് 50. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 3 to 4 മാർക്സ് കിട്ടും. ഒന്നുകിൽ ഡെവലപ്മെൻറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ സെക്ഷൻ ചെയ്യാം. നമുക്ക് ഡെവലപ്മെൻറ്റ് വരയ്ക്കാം. കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ് 25 × 50 ലെങ്ത്തിലാണ് വരയ്ക്കേണ്ടത്. അതിന് പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് 50 ആണ്.
ഒരു പോയിൻ്റ് എടുക്കുക, 50 mm ഹൈറ്റിൽ 5 ടൈംസ് എടുക്കുക. ഇപ്പോൾ 25 × 5 125 ആയിരിക്കും ലെങ്ത് വരിക. പോയിൻ്റ് എക്ക് അബൌട്ട് കട്ട് ചെയ്തിട്ട്, അതായത് APക്ക് അബൌട്ട് കട്ട് ചെയ്തിട്ട് ക്ലോക്ക് വൈസിലാണ് അൺഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ABCDE കിട്ടും മുകളിൽ, ഇവിടെ PQRST കിട്ടും. ഫോൾഡിങ് ലൈൻസ് വരയ്ക്കുക ആദ്യം. 25 mm ഗ്യാപ്പിൽ നെയിം ചെയ്യണം. ഈ പോയിൻ്റ് A ആയിരിക്കും, ക്യാപിറ്റൽ A കൊടുക്കുക. ഇത് B, C, D, E ആൻഡ് A. അതുപോലെ താഴെ PQRST P. കംപ്ലീറ്റ് സോളിൻ്റെയും ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ലാറ്ററൽ സർഫസ് എന്ന് പറയാത്തതുകൊണ്ട് ഒരു പെൻറ്റഗൺ കൂടെ വരച്ച് വെക്കാം, നമുക്ക് അവസാനം ചെയ്യാതെ. ഇനി സെക്ഷൻ ചെയ്യണം. സെക്ഷൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ടിയിരിക്കുന്നത്. ആ പ്ലെയിൻ്റെ ആംഗിൾ 45 ഡിഗ്രി ടു HP ആണ്. പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സിൽ, അതായത് മിഡ് പോയിൻ്റ് ഓഫ് ദ ആക്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് ദ ആക്സിലൂടെ ഒരു തിൻ ലൈൻ വരയ്ക്കുക. അതിന് അബൌട്ട് 45 ഡിഗ്രി ലൈൻ ഈ ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ കൊടുക്കുക. ഈ ലൈനിന് 45 ഡിഗ്രി ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രൂ ഷേപ്പ് ഒന്നും വരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഡയറക്ഷൻ സ്പെസിഫൈയും ചെയ്തിട്ടില്ല. അപ്പോൾ 45 ഡിഗ്രി ലൈൻ ഈ പോയിന്റിന് വരയ്ക്കുക. സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞ് ഒരു സെക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് A' P' ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, 1'. അടുത്തത് B', Q' സെക്കൻഡ് പോയിൻ്റ് കിട്ടും. അടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത് E', T', അത് ഹിഡൻ ലൈനാണ്. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നെയിം ചെയ്യാം. ഇത് 3' കിട്ടും C', R'. ഇവിടെ D', S', 4' കിട്ടും. ഇനി നേരത്തെ ലീവ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് E', T', ഈ പോയിൻ്റ് 5'. ഇങ്ങനെ 5 പോയിൻറ്റ്സാണ് കിട്ടുക. 45 ഡിഗ്രി ആയതുകൊണ്ട് ബേസ് കട്ടാകുന്നില്ല. ഇത് 60 ഡിഗ്രി മറ്റുമാണെങ്കിൽ ബേസ് കട്ടുമായിരുന്നു, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആകുമായിരുന്നു. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. ഇവിടെയാണ് 1' കിട്ടുന്നത്, 2', 3' ഇവിടെ കിട്ടും, 4' ഇവിടെ. ഇനി ഈ പോയിൻ്റാണ് 5'. ഇതിനെ നെയിം ചെയ്യണം. ഇനി 5 പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിട്ട് ഡെവലപ്മെൻറ്റിൽ ഈ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. 1' A', P', അതുകൊണ്ട് 1 AP അപ്പോൾ ഇവിടെ ഒരു AP ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ 1 നമുക്ക് കിട്ടി. ഇതാണ് 1, ഇതും 1 ആണ്. 2' B', Q' അതുകൊണ്ട് BQ'ൽ ഇവിടെ നമുക്ക് 2 കിട്ടും. ഈ പോയിൻ്റാണ് 2. 3' C', R'. അപ്പോൾ 3 CR കിട്ടും, ഇവിടെ കിട്ടും. ഈ പോയിൻ്റാണ് 3. 4' D', S'. അതുകൊണ്ട് 4 DS കിട്ടും. ഈ പോയിൻ്റാണ് 4. 5' E', T'. അപ്പോൾ നമുക്ക് ഇവിടെ ETയിൽ ഇവിടെ 5 കിട്ടും.
അങ്ങനെ 5 കിട്ടി. ഇനി ഈ പോയിൻറ്റ്സൊക്കെ തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇവിടുന്ന് 1ലേക്ക് തിക്ക് ലൈനാണ്. 2 to 3, 3 to 4, 4 to 5, 5 to 1, പിയിലേക്ക് P to P. ഇത്രയും തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് ആൻസർ. ഇനി ഇത് ലാറ്ററൽ സർഫസ് മാത്രമാണ്. ഇനി കംപ്ലീറ്റ് സർഫസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പെൻറ്റഗൺ വരയ്ക്കുക. ഇതാണ് ഫുൾ ഡെവലപ്മെൻറ്റ്. ഇനി ഇതിലിനി ഡയമെൻഷൻ ചെയ്യാൻ, ഈ സെക്ഷൻ ലൈൻ ഡയമെൻഷൻ ചെയ്യാനുണ്ട്. അത് ഡയമെൻഷൻ ചെയ്യണം. അതായത് ഇൻക്ലിനേഷൻ ഓഫ് സെക്ഷൻ ലൈൻ. ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് വേണമെങ്കിൽ ഡയമെൻഷൻ ചെയ്യാം. ഇത് 25 ആണ്. സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഈക്വൽ ടു 25 × 5 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആൻസർ കീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്, 3 to 4 മാർക്സ് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഈ സൈഡ് പാരലായിട്ട് തന്നെ വരയ്ക്കുക. അതും XY ലൈൻ എവേ ആയിട്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് അടുത്ത 2 to 3 മാർക്സ് കിട്ടും. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഈ സെക്ഷൻ ഇല്ലാത്ത സോളിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു 3 to 4 മാർക്സ് ഉണ്ടാവും. പിന്നെ സെക്ഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബാക്കി മാർക്ക്. അതും യൂഷ്വലി 3 to 4 മാർക്സാണ് വരിക. 15ൽ ടോട്ടൽ മാർക്ക് വരുമ്പോൾ. ഇവിടെ ഇത് പാരലൽ ടു XY ലൈൻ നിയറായി വരച്ചു കഴിഞ്ഞാലും ഈ സെക്ഷൻ ഈ ഡെവലപ്മെൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇതിലിങ്ങനെ പാരലൽ ടു VP നിയറർ എവേ എന്ന് 2 കണ്ടീഷൻ തരുന്നതിൽ വലിയൊരു മീനിങ് ഇല്ല. കാരണം എങ്ങനെയായാലും ഡെവലപ്പ് ചെയ്തത് സെയിം ആയിരിക്കും. ഈ സെക്ഷൻ പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ബട്ട് എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കാരണം പെൻറ്റഗൺ സിമെട്രിക് അല്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ട്രങ്കേറ്റഡ് സോൾഡ് ഡിഫറെൻറ്റ് സോൾഡ് തന്നെയാണ് കിട്ടുക. ബട്ട് അങ്ങനെ തെറ്റായി വരച്ചു കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് സോൾഡ് ഡെവലപ്മെൻറ്റിൻ്റെ മാർക്ക് ഇവിടെ കിട്ടും. സെക്ഷനിൽ അങ്ങനെയല്ല. സെക്ഷനിൽ സിമ്പിൾ പൊസിഷൻ വരച്ചിരിക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് 0ലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ഒരു മിനിമം മാർക്ക് കിട്ടും. അതാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാ സോളിഡ്സിൻ്റെയും പ്രിസത്തിൻ്റെയും പിരമിഡിൻ്റെയും സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 3 to 4 മാർക്സ് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും കിട്ടും. സിമ്പിൾ പൊസിഷൻ തെറ്റിയാൽ പോലും. ഓക്കെ, താങ്ക് യു.